അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 19. അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നവരോട് ചോദിച്ചതിന്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിന്, യോഹന്നാന്റെ സ്നാനം എന്നവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ച് തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാർ എല്ലാം കൂടി 12 ആയിരുന്നു. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന് മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സമ്പാദിച്ചു പോന്നു. അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസ്യയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരുമെല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാൻ ഇടയായി. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കിയാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്നു പറഞ്ഞ് യേശുവിൻ്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദൻ്റെ 7 പുത്രന്മാരായിരുന്നു. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി. കർത്താവായ യേശുവിൻ്റെ നാമം മഹിമപ്പെട്ടു. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുകെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്കുകൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കെദോന്യയിലും അഖായയിലും കൂടി കടന്ന് യെരൂശലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് പറഞ്ഞു. തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരിൽ തിമോഥെയോസ്, എരസ്തോസ് എന്ന 2 പേരെ മക്കെദോന്യയിലേക്ക് അയച്ചിട്ട് താൻ കുറേ കാലം ആസിയിൽ താമസിച്ചു. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. വെള്ളികൊണ്ട് അർത്തമിസ് ദേവിയുടെ ക്ഷേത്രരൂപങ്ങളെ തീർക്കുന്ന ദെമേത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടിവരുത്തി, പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ. എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫെസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞുവെന്ന് നിങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നുവല്ലോ. അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നതുമല്ലാതെ അർത്തമിസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസ്യ മുഴുവനും ഭൂതലവും ഭജിച്ചു പോരുന്നവളുടെ മാഹാത്മ്യം ഒടുങ്ങിപ്പോകുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവർ ഇത് കേട്ട് ക്രോധം നിറഞ്ഞവരായി എഫെസ്യരുടെ അർത്തമിസ് മഹാദേവി എന്ന് ആർത്തു. പട്ടണം മുഴുവനും കലഹം കൊണ്ട് നിറഞ്ഞു. അവർ പൗലോസിൻ്റെ കൂട്ടുയാത്രക്കാരായ ഗായോസ്, അരിസ്തർഹോസ് എന്ന മക്കെദോന്യരെ പിടിച്ചുകൊണ്ട് രംഗസ്ഥലത്തേക്ക് ഒരുമനപ്പെട്ട്
പാഞ്ഞു ചെന്നു. പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ചാറെ ശിഷ്യന്മാർ അവനെ വിട്ടില്ല. ആസ്യാധിപന്മാരിൽ ചിലർ അവൻ്റെ സ്നേഹിതന്മാർ ആകിയാൽ രംഗസ്ഥലത്ത് ചെന്നു പോകരുത് എന്ന് അവരും അവൻ്റെ അടുക്കൽ ആളയച്ച് അപേക്ഷിച്ചു. ജനസംഘം കലക്കത്തിലായി മിക്ക പേരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്ന് അറിയായികയാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു. യഹൂദന്മാർ മുമ്പോട്ട് ഉന്തിക്കൊണ്ടുവന്ന അലക്സന്തരനെ പുരുഷാരത്തിൽ ചിലർ സംസാരിപ്പാൻ ഉത്സാഹിപ്പിച്ചു. അലക്സന്തർ ആംഗ്യം കാട്ടി ജനസമൂഹത്തോട് പ്രതിവാദിപ്പാൻ ഭാവിച്ചു. എന്നാൽ അവൻ യഹൂദനെന്നറിഞ്ഞപ്പോൾ എഫേസ്യരുടെ അർത്തമിസ് മഹാദേവി എന്ന് എല്ലാവരും കൂടി 2 മണി നേരത്തോളം ഏകശബ്ദത്തോടെ ആർത്തുകൊണ്ടിരുന്നു. പിന്നെ പട്ടണമേനവൻ പുരുഷാരത്തെ അമർത്തിപ്പറഞ്ഞത്, എഫെസ്യ പുരുഷന്മാരെ, എഫെസോസ് പട്ടണം അർത്തമിസ് മഹാദേവിക്കും ദ്യോവിൽ നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലക എന്നറിയാത്ത മനുഷ്യനാർ? ഇത് എതിർമൊഴിയല്ലാത്തതാകിയാൽ നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യാതെ അടങ്ങിപ്പാർക്കേണ്ടതാകുന്നു. ഈ പുരുഷന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നുവല്ലോ. അവർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല, നമ്മുടെ ദേവിയെ ദുഷിക്കുന്നവരുമല്ല. എന്നാൽ ദെമേത്രിയോസിനും കൂടെയുള്ള തൊഴിൽക്കാർക്കും വല്ലവൻ്റെയും നേരെ ഒരു സംഗതി ഉണ്ടെങ്കിൽ വിസ്താര ദിവസങ്ങൾ വെച്ചിട്ടുണ്ട്. ദേശാധിപതികളുമുണ്ട്. തമ്മിൽ വ്യവഹരിക്കട്ടെ. വേറെ കാര്യം ചൊല്ലിയാകുന്നു വാദമെങ്കിൽ ധർമ്മസഭയിൽ തീർക്കാമല്ലോ. ഇന്നത്തെ കലഹത്തിന് കാരണമില്ലായകിയാൽ അതുനിമിത്തം നമ്മുടെ പേരിൽ കുറ്റം ചുമത്തുവാൻ ഇടയുണ്ട് സ്പഷ്ടം. ഈ ആൾക്കൂട്ടത്തിന് ഉത്തരം പറവാൻ നമുക്ക് വകയൊന്നുമില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് അവൻ സഭയെ പിരിച്ചുവിട്ടു.